നല്ല നാടൻ പോത്തിറച്ചി കിട്ടുമ്പോൾ ഇതുപോലൊരു ഫ്രൈ ഉണ്ടാക്കി നോക്കൂ. പോത്തിറച്ചി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതിറച്ചിയിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കാം. വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും പറയുമല്ലോ. 1/2 കിലോ ഇറച്ചിക്കുള്ള പ്രിപ്പറേഷനാണിത്. ഞാൻ ആദ്യമേ തന്നെ 1 കിലോ ഇറച്ചി ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിരുന്നു. അതിൽ നിന്നെടുത്ത 1/2 കിലോ ആണ് ഇത്. ഇങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ വേവിച്ച് വെച്ചാൽ നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നീളത്തിൽ അരിയാനുള്ളതാണ്. അതുപോലെ തന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി എടുക്കാനുണ്ട്. ഇതെല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. ബീഫ് കഴിക്കാത്തവർ ഈ റെസിപ്പി ചിക്കനിലോ മട്ടനിലോ എല്ലാം പരീക്ഷിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഒന്ന് നെടുകെ കട്ട് ചെയ്ത ശേഷമാണ് നീളത്തിൽ അരിഞ്ഞത്. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തു. പച്ചമുളക് മാത്രം ഒന്ന് വട്ടത്തിലാണ് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ വേണ്ട അത്യാവശ്യം സംഗതി തേങ്ങയാണ്. ഇതുപോലെ ധാരാളം തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെക്കുക. തേങ്ങാക്കൊത്ത് ചേർത്തില്ലെങ്കിൽ മറ്റെന്തെല്ലാം ചേർത്താലും ബീഫ് ഫ്രൈക്ക് ആ ഒരു സ്വാദ് കുറയും. അതുകൊണ്ട് അത് ഒഴിവാക്കണ്ട. ഇനി ഞാനൊരു മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ആദ്യം പെരുംജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വലിയ കഷ്ണം പട്ട, അതുമൊന്ന് ചെറുതായി പൊട്ടിച്ചിടാം. പെരുംജീരകവും ഈ ബീഫുമായിട്ട് വളരെ മാച്ചായിട്ട് പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വേറെ ഒരു മസാലപ്പൊടിയും ചേർത്തില്ലെങ്കിൽ പോലും പെരുംജീരകം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്ക. ഇതെല്ലാം 1/2 കിലോ ഇറച്ചിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എല്ലാം ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഫ്രഷായിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ധാരാളമായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സ്വാദ്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിനേക്കാളും ഇതിലുണ്ടാക്കുമ്പോൾ സ്വാദ് ഒന്നുകൂടി കൂടും. ഇനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വീട്ടിലുള്ളവർ ധാരാളമായിട്ട് തന്നെ ചേർത്തോളൂ. ബീഫ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബീഫ് ഓൾറെഡി ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്തതാണ്. ബീഫിൻ്റെ വേവൊക്കെ ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇറച്ചിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. അതുപോലെ കുക്കറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ മറ്റു ജോലികളും ചെയ്യാം. അതല്ല തിരക്കുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഇപ്പോൾ ഏതാണ്ട് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാല കൂട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. മസാലകളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. നമ്മൾ പെരുംജീരകമൊക്കെ വറക്കാതെയാണല്ലോ പൊടിച്ചത്. വറുത്ത് പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം വറുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം കൂടി ചേർത്തൊന്ന് വറുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കട്ടെ. ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിലേ നമ്മുടെ ബീഫ് ഫ്രൈ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും, ടേസ്റ്റും കൂടും. ഞാനൊരു അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിൽ അങ്ങനെ ഇട്ടേക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പാകത്തിന് കിട്ടണോ അതനുസരിച്ച്. കുറച്ചുകൂടി ഡ്രൈ ആയി ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് വരുന്നത് വരെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനിയും ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, അപ്പോൾ കുറച്ച് ഹാർഡായി പോകും. ഇത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചോറിനോ ചപ്പാത്തിക്കോ അതല്ല വെറുതെയോ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. അടുത്ത തവണ നാടൻ പോത്തിറച്ചി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇറച്ചിയിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കൂ. കണ്ടോ, ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിന് ചേഞ്ച് വരും. കഴിയുന്നതും ഇതുപോലൊരു കാസ്റ്റ് അയൺ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ സ്വാദ് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.